ഹായ് എവറി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത് എന്നുള്ള ചാപ്റ്ററാണ്. അതായത് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, അതായത് ഭൂമിയിലെയും ആകാശത്തിലെയും കുറച്ച് വിശേഷങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, കുറച്ച് ഫ്രണ്ട്സ്, കുറച്ച് കുട്ടികൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു, ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. ആകാശത്താണെങ്കിലോ കുറേ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ദെൻ നോക്കിയാലോ. ഡിഡിൻറ്റ് യു എൻജോയ് ദ night view of the sky during your trip to Peely's village? Listen to Appu's description after the trip. അപ്പോൾ പീലിയുടെ വില്ലേജിലേക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൽ അവരവിടുത്തെ രാത്രി കാഴ്ചകൾ കണ്ടതിനെക്കുറിച്ച് അപ്പു എന്നുള്ള കുട്ടി അതിൻ്റെ ട്രിപ്പിനെ കുറിച്ച് എഴുതിയ ഒരു വിവരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഡയറി പോലെ. ഹൗ ബ്യൂട്ടിഫുൾ ദ സ്കൈ ഈസ് അണ്ടർ ദ മൂൺസ് റേഡിയൻറ്റ് ഗ്ലോ, തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ് ഗ്ലിറ്റർ ലൈക്ക് പേൾസ് ഇൻ ദ നൈറ്റ്. രാത്രിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചെഴുതിയിരിക്കുകയാണ്, രാത്രിയുടെ ഭംഗിനെക്കുറിച്ച്. എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആകാശം, ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ, തിളങ്ങുന്ന വെളിച്ചത്തിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ മുത്തുകളെ പോലെ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, എത്ര നക്ഷത്രങ്ങൾ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങളായിരുന്നു. പീലി ഗേസിങ് അറ്റ് എ ലൂമിനസ് സെലസ്റ്റിയൽ സ്ഫിയർ ആൻഡ് സെഡ് ഇറ്റ്സ് എ പ്ലാനറ്റ്. അപ്പോൾ അതിൽ തിളങ്ങുന്ന ഒരു ഗോളത്തിനെ നോക്കിയിട്ട് പീലി എന്ത് പറഞ്ഞു? ഇറ്റ്സ് എ പ്ലാനറ്റ്, അതൊരു പ്ലാനറ്റാണ് എന്ന് പറഞ്ഞു, അതൊരു ഗ്രഹമാണ് എന്ന് പറഞ്ഞു. ആസ് വി വാച്ച്ഡ് ഇൻ അമേസ്മെൻറ്റ് വിക്കി ഷൗട്ടഡ് ദാറ്റ് ഇസ് വീനസ്. അപ്പോൾ വിക്കി എന്ത് പറഞ്ഞു? അത് ഏത് പ്ലാനറ്റാണ്? അത് വീനസ് ആണെന്ന് പറഞ്ഞു. ദെൻ നീനു ആസ്ക്ഡ് ഡു യു നോ വൈ വീനസ് ഷൈൻ സോ ബ്രൈറ്റ്ലി ഈവൻ ദോ ഇറ്റ്സ് എ പ്ലാനറ്റ്. അപ്പോൾ നീനു ചോദിച്ചു, വീനസ് ഒരു പ്ലാനറ്റ് ആണെങ്കിൽ കൂടി അത് എന്തുകൊണ്ടാണ് ഇത്ര ബ്രൈറ്റായിട്ട് തിളങ്ങുന്നത്, ഇത്ര ബ്രൈറ്റായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. Everyone looked at Ninu out of curiosity, and then the mystery of the miraculous sights in the sky began to unfold. അപ്പോൾ എല്ലാവർക്കും അതൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എല്ലാവരും നീനുവിനോട് ചോദിച്ചു. നിങ്ങൾക്കറിയോ അത് എന്തുകൊണ്ടാണെന്ന്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീനസിനെ? വൈകുന്നേരങ്ങളിലും അതേപോലെ തന്നെ വെളുപ്പിന് രാവിലെയൊക്കെ ചന്ദ്രനോട് ചേർന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ്, ഒരു പ്ലാനറ്റാണ് വീനസ് എന്ന് പറയുന്നത്. ഈ വീനസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് വീനസ് നമുക്ക് ഇത്ര തിളക്കത്തിൽ കാണാൻ കഴിയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വീനസ് ഒന്നാമത് ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റേണ്ടതാണ് എന്തിന്? വീനസിന്. അതേപോലെ തന്നെ വീനസിന് ഒരു പ്രത്യേകതയുണ്ട്. വീനസ് എന്ത് ചെയ്യും? മാക്സിമം സൺലൈറ്റിന് ഇങ്ങനെ പ്രതിഫലിപ്പിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത്രയും സൺലൈറ്റ് അതിൽ തട്ടിയിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? അത് നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് കാരണം. ഡസൻറ്റ് എവറി വൺ ലവ് ദ വ്യൂ ഓഫ് സ്കൈ അറ്റ് നൈറ്റ്? വൈ ഈസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിങ് ഡേ ടൈം? റൈറ്റ് ഡൗൺ ദ റീസൺസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും രാത്രിയിൽ ആകാശം കാണാനും അതിലുള്ള നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും മൂണിനെയൊക്കെ കാണാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാത്രി കാഴ്ച നമുക്ക് പകൽ കാണാൻ പറ്റാത്തത്? പകൽ ശരിക്കും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? അതോ അവരവിടെ തന്നെ നിൽക്കുകയാണോ? എപ്പോഴും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ എവിടെ തന്നെയുണ്ട്? ആകാശത്ത് തന്നെയുണ്ട്. പക്ഷേ പകൽ സമയങ്ങളിൽ നമുക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ അവരെവിടെയും പോവുകയോ നമ്മൾ മാറിപ്പോവുകയൊന്നും ചെയ്യണോണ്ടല്ല. ഭൂമിയുടെ ചുറ്റും എന്തുണ്ട്? നക്ഷത്രങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, പകലെന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ ഉണ്ടാവും? നല്ല സൺലൈറ്റ് ഉണ്ടാവും. ഈ സൺലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സിൽ നമ്മൾക്ക് ബാക്കിയുള്ള ഈ ചെറിയ ചെറിയ വെളിച്ചങ്ങളൊന്നും, നക്ഷത്രങ്ങളുടെ ഒന്നും ചെറിയ ചെറിയ തിളക്കങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. കാരണം സണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാറാണ്. സണ്ണൊരു സ്റ്റാറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. സൂര്യനൊരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ്, അതിൻ്റെ സൺലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കാരണം നമുക്ക് മൂണിനെയും ബാക്കി സ്റ്റാറുകളെയൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ടാണ്.
അതേപോലെ തന്നെ സൺലൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. സൺ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണെങ്കിൽ കൂടി അത് എത്രയോ ലക്ഷക്കണക്കിനോ കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് ഈ ലൈറ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ അതെന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും, ചിതറിത്തെറിച്ച് പല ഡയറക്ഷനിൽ പോകും. അങ്ങനെ ഡയറക്ഷനിൽ പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ മുഴുവൻ വെളിച്ചമാവുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ വെളിച്ചം നമ്മൾക്ക് ചുറ്റും വെളിച്ചമാണ്. അത് കടന്നിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള മൂണിനെയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയോ ബാക്കിയുള്ള ആകാശഗോളങ്ങളെയോ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതേപോലെ തന്നെ അതർ സ്റ്റാർസ് ആർ ഫാർ എവേ ഫ്രം എർത്ത്. അതേപോലെ സൂര്യനെ പോലെയല്ല ബാക്കി നക്ഷത്രങ്ങൾ പറയുന്നത് അതിനേക്കാളും ഒരുപാട് ദൂരെയാണ്. അപ്പോൾ സൂര്യനെ കാണുന്നത് പോലെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പകൽ നമുക്ക് നൈറ്റ് സ്കൈ വ്യൂ കിട്ടാത്തത്. ഓക്കെ, ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്രസൻസ് ഓഫ് സൺ ഇസ് ദ റീസൺ ഫോർ ദിസ്. ദ സൺ ഈസ് എ സ്റ്റാർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, സണ്ണിൻ്റെ പ്രസൻസ് കൊണ്ടാണ് രാത്രി നമുക്ക് മറ്റുള്ള ആകാശഗോളങ്ങളെ ഒന്നും കാണാൻ പറ്റാത്തത്. സൺ ഈസ് എ സ്റ്റാർ. നമ്മൾ പറഞ്ഞു സൺ എന്താണ്, ഒരു സ്റ്റാറാണ്. ദ സൺ ഈസ് ഓൾസോ ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, എർത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്, സണ്ണാണ്. ദർ ആർ മെനി അതർ സ്റ്റാർസ് വിച്ച് ആർ ബിഗ്ഗർ ദാൻ സൺ. ഡോണ്ട് ദ സ്റ്റാർസ് ലുക്ക് സോ സ്മാൾ ഫ്രം ദ എർത്ത്, വൈ? അപ്പോൾ സണ്ണിനേക്കാളും വലിയ ഒരുപാട് നക്ഷത്രങ്ങൾ എവിടെയുണ്ട്, സ്പേസിൽ ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രത്തിൽ ഏറ്റവും വലുത് നമുക്ക് വലിപ്പം തോന്നുന്നത് സൂര്യനാണ്, സണ്ണിനാണ് അല്ലേ. മറ്റ് നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നണത്. വൈ? സ്റ്റാർസ് അപ്പിയർ സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ എവേ ഫ്രം ദ എർത്ത്. അപ്പോൾ നമുക്കത് ചെറുതായി തോന്നുന്നത് അത് അത്രയും അകലെ ആയതുകൊണ്ടാണ് അല്ലേ. എത്ര വലിയൊരു സാധനമാണെങ്കിലും കുറേ ദൂരെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുതായിട്ടല്ലേ നമുക്ക് കാണുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർസ് അത്രയും ദൂരം ആയതുകൊണ്ടാണ് നമുക്കത് ഒരു പൊട്ടുപോലെ കുഞ്ഞിതായിട്ട് കാണുന്നത്. സ്റ്റാർസ് ആർ ജെയിൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലൂമിനസെൻറ്റ്. അപ്പോൾ സ്റ്റാർസ് എന്ന് പറയുന്നത് എന്താ, വളരെ വലിയ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ, സ്വയം പ്രകാശം ഉണ്ടാക്കും. ദേ ആർ ലൂമിനസെൻറ്റ്. ദേ എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അവരെന്തൊക്കെ പുറത്തുവിടും, വളരെ വലിയ അളവ് ചൂടും അതുപോലെ വെളിച്ചവും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് ലൂമിനസെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ, ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. കുറേ നക്ഷത്രങ്ങൾ കൂടി ചേർന്നുള്ള ഒരു കൂട്ടത്തിനെയാണ് ഗാലക്സീസ് എന്ന് പറയുക. കുറേ നക്ഷത്രങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടം, അതിനെയാണ് എന്ത് പറയുക, ഗാലക്സി എന്ന് പറയുക. അതിൽ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു ഗാലക്സിയുടെ. ഈ പേജിൽ കുറച്ച് കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. അപ്പോൾ ഗാലക്സീസ് എന്താണെന്ന് ചോദിച്ചാൽ അറിയണം. അതേപോലെ തന്നെ സ്റ്റാർസ് എത്ര ചെറുതായിട്ടാണ്, എന്തുകൊണ്ടാണ് ചെറുതായിട്ട് കാണുന്നത്, ആ ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ സൺ ഒരു സ്റ്റാറാണ്. ദെൻ സൺ ഈസ് ഓൾസോ ദ ക്ലോസസ്റ്റ് സ്റ്റാർ ഓഫ് ദ സ്റ്റാർ ടു ദ എർത്ത്. അതൊക്കെ നമുക്ക് അറിയണം. എർത്തിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചാൽ സണ്ണാണ്. അതൊന്നും തെറ്റിക്കരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ? നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നത് എങ്ങനെയാണെന്ന്. അതായത് നക്ഷത്രങ്ങളെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം അതിങ്ങനെ ഒരേപോലെ സാധാ ബൾബ് തെളിച്ചിട്ട പോലെ ഒരേപോലെ വെളിച്ചം കാണുകയല്ല ചെയ്യണം. നമ്മുടെ ഈ LED ബൾബൊക്കെ ഇല്ലേ, മിന്നി കത്തുന്ന, അതേപോലെ തന്നെ ഇങ്ങനെ മിന്നി ആയിട്ടാണ് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? എന്തായാലും അവർ ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ലൈറ്റ് എപ്പോഴും ഒരേപോലെ കാണേണ്ടതല്ലേ. Light emitted from the stars in a straight line is constantly deflected as it passes through the atmosphere. Therefore, the stars seem to twinkle when we look at them from the earth. അതായത് നമ്മൾ പറഞ്ഞു സൂര്യൻ ഉൾപ്പെടെ എല്ലാ നക്ഷത്രങ്ങളും ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം അവിടെ നിന്നുള്ള ലൈറ്റിന് ഭൂമിയിലേക്ക് എത്താൻ. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ പല അറ്റ്മോസ്ഫിയറിക് ലെയറിലൂടെയാണ് ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഈ അറ്റ്മോസ്ഫറിക് ലെയർ മാറുന്നതിനനുസരിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് നോക്കുമ്പം അത് പല സ്ഥലത്തുനിന്ന് ലൈറ്റ് വരുന്നത് പോലെ നമ്മുടെ കണ്ണിന് തോന്നും. അതുകൊണ്ടാണ് അതിങ്ങനെ മിന്നി മാറുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഡ്രോ എ പിക്ചർ ഷോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഓർ സൺസെറ്റ്.
അത് നിങ്ങൾക്ക് ചെയ്യാം. സൂര്യൻ ഉദിക്കുന്നതോ സൂര്യാസ്തമയോ സമയത്തെ ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഭംഗിയാക്കി വരയ്ക്കുക. സം സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൗണ്ട് ദ സൺ. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദീസ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ സണ്ണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആകാശഗോളങ്ങളുണ്ട്, കുറച്ച് സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അതിൻ്റെ ഒരു നല്ല പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കൂ. സെൻറ്ററിൽ സണ്ണുണ്ട്, ചുറ്റും എന്തുണ്ട്, കുറേ പ്ലാനറ്റുകളുണ്ട്. അതേപോലെ പിന്നെയും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, ഡോഫ് പ്ലാനറ്റ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ സണ്ണിൻ്റെ വലിപ്പവും ബാക്കി പ്ലാനറ്റുകളുടെ വലിപ്പമൊക്കെ നോക്കൂ. എർത്തിൻ്റെ വലിപ്പവും മൂണിൻ്റെ വലിപ്പം സണ്ണിൻ്റെ വലിപ്പമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സണ്ണ് നമ്മുടെ പ്ലാനറ്റുകളെ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം വലുതാണ്. അപ്പാർട്ട് ഫ്രം ദ സൺ വിച്ച് ആർ ദ അതർ സെലസ്റ്റിയൽ ബോഡീസ് ദർ ഇൻ ദ പിക്ചർ. എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? പ്ലാനറ്റുകളുണ്ട്, ഡോഫ് പ്ലാനറ്റ്സ് ഉണ്ട്, ദെൻ കോമറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ്, മൂണ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം. ദെൻ ഇൻ വിച്ച് സെലസ്റ്റിയൽ ബോഡി എമംഗ് ദീസ് ഡു വി ഇൻഹാബിറ്റ്. ഇനി ഇതിൽ നമ്മൾ ജീവിക്കുന്ന സെലസ്റ്റിയൽ ബോഡി ഏതാണ്? അത് എർത്താണ്. ദ എർത്ത് ഇസ് എ പ്ലാനറ്റ്. വാട്ട് ആർ പ്ലാനറ്റ്സ്? ഇതിൻ്റെ ആൻസർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാനറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽവ്സ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദ സൺ. ദേ cannot emit heat or light by themselves. Planets get their heat and light from the sun. അതായത് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണിന് ചുറ്റും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെ പറയുന്ന പേരാണ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിന് എന്ത് ചെയ്യാനുള്ള കഴിവില്ല, ഹീറ്റോ അല്ലെങ്കിൽ ലൈറ്റോ എമിറ്റ് ചെയ്യാൻ. നമ്മൾ സണ്ണിൻ്റെ കാര്യം അല്ലെങ്കിൽ സ്റ്റാർസിനെ പൊതുവെ പറയുന്നത് പോലെ ഹീറ്റും ലൈറ്റും ഒന്നും എമിറ്റ് ചെയ്യാനുള്ള പുറപ്പെടുവിക്കാനുള്ള കഴിവ് ആർക്കില്ല? പ്ലാനറ്റുകൾക്കില്ല. പിന്നെ എങ്ങനെയാണ് പ്ലാനറ്റിന് ലൈറ്റ് കിട്ടുന്നത്? പ്ലാനറ്റ് ഗെറ്റ് ദ ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. സണ്ണിൽ നിന്നുള്ള സൺലൈറ്റ് തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് മറ്റ് പ്ലാനറ്റുകളെ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഓഫ് ദം. അപ്പോൾ സണ്ണിന് ചുറ്റും നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റുകൾ ഏതൊക്കെയാണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. വലിയ ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊരു ബേസ് ആണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും പഠിച്ചു വയ്ക്കണം. പ്ലാനറ്റുകളുടെ പേര് പറയാൻ അറിയണം, ആൻഡ് അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയയും ഉണ്ടാവണം. അപ്പോൾ ഏതൊക്കെയാണ് 8 പ്ലാനറ്റ് ആദ്യം നോക്കിയാലോ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഞാൻ ഇതിൻ്റെ മലയാളം പേരുകളും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, കേട്ടൊരു പരിചയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മെർക്കുറീനെ നമ്മൾ ബുധൻ എന്ന് പറയും, ആൻഡ് വീനസ് ശുക്രൻ, എർത്ത് ഭൂമി, മാർസ് ചൊവ്വ, ജുപ്പിറ്റർ വ്യാഴം, സാറ്റേൺ ശനി, യുറാനസ് നെപ്റ്റ്യൂൺ അത് അങ്ങനെ തന്നെയാണ് പറയുക. ഇത് നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, വെറുതെ കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് നോക്കിയാലോ. മെർക്കുറിയുടെ ഫീച്ചർ എന്താണ്? ക്ലോസസ്റ്റ് ടു ദ സൺ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ആ പിക്ചറിൽ കാണാം കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞിട്ട് ആ പിക്ചർ നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ മെർക്കുറിയാണ് എന്ത്? സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. അത് കഴിഞ്ഞ് വരുന്നതോ വീനസിനെ നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ. നമ്മൾ കണ്ടില്ലേ ആ പീലിയുടെ ഗ്രാമത്തിൽ പോയിട്ട് ആ കുട്ടികൾ പറയുന്നത് കണ്ടില്ലേ? വീനസ് ആണ് അത്. എന്തുകൊണ്ടാണ് വീനസ് തിളങ്ങുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വീനസ് എന്ന് പറയുന്നത് എന്താണ്? മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്ന് പറയും. പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ പ്രദോഷ നക്ഷത്രം എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? രാവിലെയും വൈകുന്നേരവുമാണ് നമുക്ക് ഈ നക്ഷത്രത്തിനെ, ഇത് നക്ഷത്രമല്ല പ്ലാനറ്റാണ്, പക്ഷെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിനെ ആകാശത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. ദെൻ എർത്തിനെയോ ദ ഓൺലി പ്ലാനറ്റ് ഇൻ ദ
ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. അപ്പോൾ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത്, ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്താണ്. അത്രേ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലേ. പിന്നെ മാസ് റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. കാരണം അതിനെ ഇങ്ങനെ നല്ല ചുവന്ന കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് മാസ് എന്ന് റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നു. അത് അതിലുള്ള കെമിക്കലുകളുടെയൊക്കെ ഫലമായിട്ടാണ് അതിനെ അങ്ങനെ റെഡായിട്ട് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജുപ്പിറ്റർ ആണ് ഏറ്റവും വലിയ പ്ലാനറ്റ്. അതായത് സൂര്യനെ കറങ്ങുന്ന വ്യത്യസ്ത പ്ലാനറ്റുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ജുപ്പിറ്റർ ആണ്. അതേപോലെ തന്നെ സാറ്റേൺ ആണ് ദ സെക്കൻഡ് ലാർജസ്റ്റ്. ജുപ്പിറ്റർ കഴിഞ്ഞാൽ പിന്നെ വലിപ്പം ആർക്കാണ്? സാറ്റേൺ ആണ്. സാറ്റേണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? അതിന് ചുറ്റും എന്തുണ്ട്? ഒരു വലയമുണ്ട് അല്ലേ. അതും സാറ്റേണിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത് കഴിഞ്ഞാലോ യുറാനസ് എന്ന് പറഞ്ഞാൽ ദ കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ്. അതായത് ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ, താപനില കുറവുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് യുറാനസ് ആണ്. നെപ്റ്റ്യൂണോ ദ പ്ലാനറ്റ് വിച്ച് ഈസ് ഫാദർ ഫ്രം ദ സണ്ണിൽ നിന്നും ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. മാച്ച് ദി ഫോളോവിങ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഈ പ്ലാനറ്റുകളെയൊക്കെ ഈ പിക്ചറിൽ നമുക്കൊന്ന് നോട്ട് ചെയ്താലോ? നോക്കൂ. എവിടെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, ദെൻ മാസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. കണ്ടോ? ഓരോന്നിൻ്റെയും പൊസിഷൻ കണ്ടുപിടിച്ചോ? ഓക്കെ, ദെൻ നോക്കൂ. ഹാവ് യു നോട്ടീസ്ഡ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവിങ് അറൗണ്ട് ഇറ്റ് ആർ ഓൺലി ദ പ്ലാനറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദ സൺ. അപ്പോൾ നമ്മൾ പ്ലാനറ്റുകളെ 8 എണ്ണത്തിന് ആ പിക്ചറിൽ കണ്ടു അല്ലേ. അത് മാത്രമാണോ ഉള്ളത്? അപ്പാർട്ട് ഫ്രം ദ പ്ലാനറ്റ്സ്, ഡ്വാർഫ് പ്ലാനറ്റ്സ് ആൻഡ് ആസ്ട്രോയിഡ്സ് ആർ സീൻ ഇൻ ഇമേജ് 1. നമ്മളിപ്പോൾ കാണിച്ച പിക്ചർ തന്നെയാണ് കേട്ടോ. ആറിൻ്റെ അപ്പോൾ പ്ലാനറ്റുകളെ കൂടാതെ നമുക്കതിൽ വേറെ കാണാൻ പറ്റുന്നത് ഡ്വാർഫ് പ്ലാനറ്റുകളുണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. The solar system consists of the sun, the 8 planets orbiting the sun, their satellites, dwarf planets, asteroids, meteors and comets. The sun is the center of the solar system. അപ്പോൾ ഒരു നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? സണ്ണാണ് അതിൻ്റെ സെൻറ്റർ അല്ലേ. അതിനെ ചുറ്റിക്കറങ്ങുന്ന, അതിന് ഓർബിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓർബിറ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക പാതയിൽ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന 8 പ്ലാനറ്റുകൾ. ദെൻ ആ പ്ലാനറ്റുകളുടെ സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ, അതായത് ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ വേറെ പ്ലാനറ്റുകൾക്കും വേറെ ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതും വരുന്നു ഇതിൽ. ദെൻ ഡ്വാർഫ് പ്ലാനറ്റ്സിന് നമ്മൾ കുള്ളൻ ഗ്രഹം എന്ന് പറയും കേട്ടോ. അത് എന്തൊക്കെയാണെന്നുള്ളത് താഴെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ ആസ്ട്രോയിഡ്സിനെ ക്ഷുദ്രഗ്രഹം എന്ന് പറയുന്നു. ദെൻ മെറ്റീരിയോസ് എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ എന്നൊക്കെ പറയും. അതേപോലെ കോമറ്റ്സിനെ വാൽ നക്ഷത്രം എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? സോളാർ സിസ്റ്റം. ദ സൺ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ മെയിൻ ആൾ, സെൻറ്ററിൽ നിൽക്കുന്ന മെയിനായിട്ടുള്ള ആൾ ആരാണ്? സണ്ണാണ്. സണ്ണിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട്, സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്, നമ്മളടക്കമുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ അതാണ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ ആ ഭാഗം നോട്ട് ചെയ്ത് വെച്ചോളൂ. സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, അതിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എല്ലാം ഉണ്ട്. ഇനി നോക്കൂ. ഇറ്റ് വാസ് നിക്കോളാസ് കോപ്പർനിക്കസ് who revealed to the world that the sun is the center of the solar system. He was a Polish astronomer. സോളാർ സിസ്റ്റത്തിൻ്റെ അഥവാ സൗരയൂഥത്തിന്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നു. അപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ സണ്ണാണ്, സൂര്യനാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അതായത് പണ്ട് കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ ടെലസ്കോപ്പുകളും അങ്ങനെയൊന്നും ഇല്ലാത്ത കാലത്ത് നമുക്കറിയില്ലായിരുന്നു. അതായത് ആദ്യത്തെ വിശ്വാസം ഉണ്ടായിരുന്നത് ഭൂമിയാണ് സെൻറ്ററിൽ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭൂമിയെ ചുറ്റുന്നു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, സൂര്യനാണ് സെൻറ്റർ എന്നും നമ്മളടക്കമുള്ള, ഭൂമി അടക്കമുള്ള ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റുകളും സൂര്യനെയാണ് ചുറ്റുന്നതെന്നും പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് കോപ്പർനിക്കസ് ആണ്. അദ്ദേഹം പോളിഷുകാരനായിട്ടുള്ള ഒരു ആസ്ട്രോണമർ ആയിരുന്നു. ദ മിൽക്കി വേ ഈസ് എ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഗാലക്സികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്യൺസ് ഓഫ് സ്റ്റാർസ് ചേർന്നിട്ടുള്ള ഒരു നക്ഷത്ര കൂട്ടത്തിനെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ സിസ്റ്റവും സണ്ണും ഒരു നക്ഷത്രമാണല്ലോ. അപ്പോൾ ഈ സണ്ണ് ഏതെങ്കിലും ഒരു ഗാലക്സിയുടെ ഭാഗമായിരിക്കുമല്ലോ. ആ ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ. അപ്പം മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സി,
ആ ഗാലക്സിയിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അതിലുള്ള ഒരു നക്ഷത്രമാണ് സൺ എന്ന് പറയുന്നത്. ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെയുള്ള പ്ലാനറ്റുകളും കോമറ്റ്സുകളും അസ്ട്രോയിഡ്സും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിന് പറയുന്നതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ സിസ്റ്റം ഏത് ഗാലക്സിയുടെ ഭാഗമാണ്? മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയുടെ ഭാഗമാണ്. It has billions of stars. The universe consists of billions of such galaxies. അപ്പം ഈ മിൽക്കി വേ എന്ന് പറയുന്നതിൽ എന്തുണ്ട്? സണ്ണ് മാത്രമല്ല, ലക്ഷക്കണക്കിന് ബില്യൺസ് ഓഫ് സ്റ്റാർസ് എന്തിലുണ്ട്? മിൽക്കി വേയിലുണ്ട്. അതിലത്തെ ഒരു നക്ഷത്രം മാത്രമാണ് എന്ത്? സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിൽ ഇതുപോലെ ബില്യൺസ് ഓഫ് ഗാലക്സി ഉണ്ട്. അപ്പോൾ നോക്കൂ, യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയൊരു പ്രപഞ്ചം എന്ന് പറയുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വലിയൊരു സ്ഥലം. അവിടെ എന്തുണ്ട്? കുറേ ഗാലക്സികളുണ്ട്. മിൽക്കി വേ അതിൽ ഒരെണ്ണമാണ്. മിൽക്കി വേ പോലെ കുറേ ഗാലക്സികളുണ്ട് പ്രപഞ്ചത്തിൽ. ആ കുറേ ഗാലക്സികളിൽ ഒന്നാണ് മിൽക്കി വേ. ഈ മിൽക്കി വേയിൽ തന്നെ എത്ര നക്ഷത്രങ്ങൾ? ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒരു നക്ഷത്രമാണ് സൺ എന്ന് പറയുന്നത്. ഈ സണ്ണിനെ ചുറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് സണ്ണും സണ്ണിനെ ചുറ്റി നിൽക്കുന്ന പ്ലാനറ്റുകളും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഒരു പ്ലാനറ്റാണ് എർത്ത്. ആ പ്ലാനറ്റിലാണ് ആരുള്ളത്? നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു യൂണിവേഴ്സാണ് ഉള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഭാഗം, ഏറ്റവും ചെറിയൊരു കണികയാണ് നമ്മളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പാഠത്തിൻ്റെ പേര് പോലെ തന്നെ വണ്ടേഴ്സ് ഓഫ് സ്കൈ. സ്കൈ എന്ന് പറയുന്നത്, ആകാശം, പ്രപഞ്ചം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതം, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്നതോറും നമ്മൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആകാശത്തിൽ നടക്കുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കുറച്ച് പേരുകളുണ്ടായിരുന്നു, അതെന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ കോമറ്റ്സ്. കോമറ്റ്സിനെ മലയാളത്തിൽ വാൽനക്ഷത്രം എന്നും പറയും കേട്ടോ. അതായത് കോമറ്റ്സ് എങ്ങനെ ഉണ്ടാവുക? കോമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. ദേ ആർ മെയ്ഡ് ഓഫ് റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ്. ദെയർ ടെയിൽസ് ഗ്ലോ ഇൻ ദ സൺലൈറ്റ് ആസ് ദേ അപ്രോച്ച് ദ സൺ. അപ്പോൾ കോമറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സോളാർ സിസ്റ്റത്തിൽ ഇങ്ങനെ വന്നു പോകുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ല, ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? റോക്ക്, കല്ലുകൾ, പാറക്കഷ്ണങ്ങളും പൊടിയും അതേപോലെ ഐസ് പീസുകളും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കോമറ്റ്സിൻ്റെ ഒരു ഇതുണ്ടാകുന്നത്. ആ പിക്ചറിലേക്ക് നോക്കൂ. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലെ കുറച്ച് ഭാഗം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ പൊടിപടലങ്ങൾ അതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ വാല് പോലെ ഈ പൊടി എന്തുണ്ടാവും? പൊടി ഇങ്ങനെ വാല് പോലെ കാണും. അപ്പം അത് ഈ സൂര്യൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ വാല് പോലെയുള്ള ഭാഗം ഇങ്ങനെ തിളങ്ങും. അതായത് ലൈറ്റ് തട്ടിയിട്ട് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ ലൈറ്റ് സ്കാറ്റർ ചെയ്തിട്ട് അത് തിളങ്ങും. അതുകൊണ്ടാണ് അത് അതിൻ്റെ ഒരു വാല് പോലെ കാണും. അതുകൊണ്ടാണ് അതിന് വാൽ നക്ഷത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് കോമറ്റ്സ്. അതാണ് കോമറ്റ്സ്. ദെൻ ആസ്ട്രോയിഡ്സ്. ആസ്ട്രോയിഡ്സ് എന്ന് വെച്ചാൽ സ്മോൾ പ്ലാനറ്റ് ലൈക്ക് ചങ്ക്സ് ഓഫ് റോക്ക് ഫൗണ്ട് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജുപ്പിറ്റർ. മാർസിൻ്റെയും ജുപ്പിറ്ററിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ കാണുന്ന വലിയ പാറ കഷ്ണങ്ങൾ പോലെയുള്ള, പാറ പീസ് പോലെയുള്ള അതിനെയാണ്, റോക്ക് ചങ്ക്സിനെയാണ് എന്ത് പറയുക? ആസ്ട്രോയിഡ്സ് എന്ന് പറയാം. അതിനെ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നു. ദെൻ അടുത്തത് ഡ്വാർഫ് പ്ലാനറ്റ്സ് അഥവാ കുള്ളൻ ഗ്രഹം എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും അത്? ഡ്വാർഫ് പ്ലാനറ്റ്സ് ആർ സ്മോളർ ആൻഡ് സ്ഫെറിക്കൽ ഒബ്ജക്ട്സ് ഇൻ ദ സോളാർ സിസ്റ്റം ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. അപ്പോൾ ഇതേപോലെ തന്നെ സണ്ണിനെ ചുറ്റിക്കൊണ്ടിരിക്കുക, സൂര്യനെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ എന്താണ്? ചെറുതാണ്, അതായത് ഒരു പ്ലാനറ്റായിട്ട് കണക്കാക്കാനുള്ള അത്ര വലിപ്പം ഇല്ലതാനും, എന്നാലോ പ്ലാനറ്റ് പോലെ ചെറിയ ഇതാണ് താനും. അങ്ങനെയാണ്, അതിനെയാണ് ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മെറ്റീരിയോസ് എന്ന് പറഞ്ഞാൽ പീസസ് ഓഫ് റോക്ക് ദാറ്റ് എൻ്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ അറ്റ് എ ഹൈ സ്പീഡ് ഫ്രം ആസ്ട്രോയിഡ്സ് ആൻഡ് ദ ലൈക്ക്. അതായത് ആസ്ട്രോയിഡ്സ് പോലെയൊക്കെയുള്ള, അത് പാറക്കഷ്ണങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ചില സമയത്ത് എന്തുണ്ടാവും? പാറക്കഷ്ണങ്ങൾ തെറിച്ചിട്ട് ഭൂമിയുടെ നേരെ വരും. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം അത് അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്പേസിൽ മൂവ് ചെയ്ത് നടക്കുന്ന സാധനം എന്ത് ചെയ്യും? ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഭൂമിയുടെ നേരെ ഭയങ്കര സ്പീഡിൽ പാഞ്ഞു വരും. അറ്റ് നൈറ്റ് ദേ ആർ സീൻ ആസ് ഫാസ്റ്റ് മൂവിങ് സ്പാർക്സ് ഇൻ ദ സ്കൈ. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ അപൂർവമായിട്ട് ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ കാണാറുണ്ട് അപൂർവമായിട്ട്. അത് ശരിക്കും എന്താണ്? ഈ മെറ്റീരിയോസ് ആണ്. ദേ ബേൺ ഔട്ട് ഇൻ എ ഫ്യൂ സെക്കൻഡ്. ദേ ആർ ലോക്കലി കോൾഡ് കൊള്ളിമീൻ. അപ്പോൾ ഇത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ, അറ്റ്മോസ്ഫിയറുടെ ഉള്ളിലേക്ക് കയറുമ്പം പെട്ടെന്ന് അത് എന്ത് ചെയ്യും? കത്തി നശിച്ചു പോവും. പെട്ടെന്ന് അത് തീ പിടിച്ച് കത്തി അങ്ങോട്ട് ഇല്ലാതായി പോവും. അപ്പോൾ അതിന്
ലോക്കലി പറയുന്ന പേരാണ് കൊള്ളിമീൻ എന്ന് പറയും. അതുപോലെ പെട്ടെന്ന് വരുന്നു, പാസ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ നേർക്ക് വരുന്നത് പോലെ പാസ് ചെയ്ത് വരുന്നു, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കയറുമ്പോൾ അത് ബേൺ ഔട്ടായിട്ട് പോകുന്നു. അതിനെയാണ് മെറ്റീരിയോസ് എന്ന് പറയുക. അടുത്തത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരായിരിക്കും സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. അതായത് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ തന്നെ പ്ലാനറ്റ്സിനെ സെൻറ്ററാക്കിക്കൊണ്ട് പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്ന ചില സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്, ആകാശഗോളങ്ങളുണ്ട്. അതിനെയാണ് എന്ത് പറയുക? സാറ്റലൈറ്റ്സ് അഥവാ ഉപഗ്രഹങ്ങൾ എന്ന് പറയുക. ദ മൂൺ ഈസ് ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിന് ഒരു സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് മൂണ്. താഴത്തെ പിക്ചറിലേക്ക് നോക്കി നോക്കൂ. എർത്തിനെ മൂൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇങ്ങനെ കറക്റ്റ് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വഴി കൂടെ അല്ല കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിന് കറക്റ്റായിട്ടൊരു പാത്ത് ഉണ്ട്, അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതേപോലെ വേറെ പ്ലാനറ്റുകൾക്കും എന്തുണ്ട്? ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ ഉണ്ട്. അത് ഒന്നിൽ കൂടുതൽ ഒരുപാട് ഉപഗ്രഹങ്ങളുള്ള സാറ്റലൈറ്റുകളുള്ള പ്ലാനറ്റ് ഉണ്ട്, ഒന്നുമില്ലാത്ത പ്ലാനറ്റുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ, സിഡറൽ മന്ത്. ദ മൂൺ ടേക്സ് അബൌട്ട് 27.3 days to orbit the earth once. This is called a sidereal month. അപ്പോൾ ഒരു സിഡറൽ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂണിനെ എർത്തിനെ ഒരു പ്രാവശ്യം ചുറ്റി കറങ്ങി വരാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് 27.3 ദിവസങ്ങൾ. അതായത് 27 ദിവസവും പിന്നെ കുറച്ച് സമയവും കൂടി. അതിനെയാണ് ഒരു സിഡറൽ മന്ത് അഥവാ ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത്. Observe the orbits of the planet of the solar system. The orbit is the path of celestial bodies around the sun. നോക്കി നോക്കൂ, ആ പിക്ചർ നമ്മൾ നേരത്തെ കണ്ട പിക്ചർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ പ്ലാനറ്റിനും ഒരു റൗണ്ട് കാണാനുണ്ട് അല്ലേ? അതായത് ആ പ്ലാനറ്റ് മൂവ് ചെയ്ത് പോകുന്ന ഒരു റൗണ്ട് കാണാനുണ്ട്. അപ്പോൾ ഈ ഓർബിറ്റ് ഈ ഒരു പ്രത്യേക പാതേനെ ഓരോ സെലസ്റ്റിയൽ ബോഡിയും സണ്ണിനെ ചുറ്റിക്കറങ്ങാനുള്ള അതിനൊരു പ്രത്യേക പാതയുണ്ട്. ആ പാതയിൽ കൂടെ മാത്രമേ അത് ട്രാവൽ ചെയ്യുള്ളൂ. അതിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓർബിറ്റ് എന്താണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് അറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഓൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് ആൻഡ് ദ സൺ ദാറ്റ് ഹെൽപ്സ് ദ പ്ലാനറ്റ് ടു മൂവ് അലോങ് ദെയർ ഫിക്സഡ് ഓർബിറ്റ്സ്. പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ആണ്. അതായത് ഇതൊരു കറക്റ്റ് സർക്കിളാണോ? ആ ഒരു ഓർബിറ്റ്, ആ ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഷേപ്പിലല്ല. അതൊരു രണ്ട് ഭാഗവും നീണ്ടിട്ടുള്ള ഒരു എലിപ്സിൻ്റെ ഷേപ്പിലാണ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ചർ കൊടുക്കാം. ഇതിനാണ് ഒരു എലിപ്സ് എന്ന് പറയുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് അതിൻ്റെ ഓർബിറ്റിലുള്ളത്. കാണുമ്പോൾ നമുക്ക് സർക്കിളാണെന്ന് തോന്നുമെങ്കിലും കറക്റ്റായിട്ടുള്ള സർക്കിളല്ല, അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിനെയാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇതിന് ഈ ഒരു പ്രത്യേക പാതയിൽ തന്നെ കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സണ്ണ് പ്ലാനറ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, അതേപോലെ പ്ലാനറ്റുകൾക്ക് തിരിച്ചും ഒരു ആകർഷണ ബലമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ടുള്ള പാതയിലൂടെ പോകാൻ വേണ്ടി സഹായിക്കുന്നത്. All the planets rotate on their imaginary axis while orbiting the സൺ. അപ്പോൾ എല്ലാ പ്ലാനറ്റുകളും സണ്ണിനെ ചുറ്റിക്കൊണ്ട് ഇരിക്കുന്നതിനൊപ്പം തന്നെ അതെന്ത് ചെയ്യും? സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ കാര്യം, എർത്തിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഭൂമി എന്ത് ചെയ്യും? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒപ്പം സ്വയം അതിൻ്റെ തന്നെ അച്ചുതണ്ടിൽ ഒരു ഇമാജിനറി ആക്സിസിൽ അത് സ്വയം കറങ്ങിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്ലാനറ്റുകളും അതുപോലെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി ഇതിൽ പറയുന്നുണ്ട്. റോൾ പ്ലേ ദ സോളാർ സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഈച്ച് പ്ലാനറ്റ് വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ സോളാർ സിസ്റ്റത്തിലെ ഓരോ അംഗങ്ങളും ഓരോ കുട്ടികളായിട്ട് നിന്നിട്ട് ഒരു റോൾ പ്ലേ ചെയ്യാം. ഒരാൾ സൂര്യൻ, ഒരാൾ ഭൂമി, ഒരാൾ വീനസ്, അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം? അതിൻ്റേതായ ക്യാരക്ടേഴ്സ്, ഓരോ പ്ലാനറ്റിൻ്റെയും ക്യാരക്ടറൊക്കെ പറയാം. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോൾ പ്ലേ ആയിരിക്കും. ഈ ചാപ്റ്ററിൽ ഇനിയും കുറേ കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ടിടാം. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.